തമിഴ്നാട് മുൻ ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അണ്ണാമലയുടെ രാജി അംഗീകരിച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കടുത്ത പരാജയത്തിന് പിന്നാലെ അണ്ണാമലൈ പാർട്ടി വിടുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് സമൂഹമാധ്യമത്തിലൂടെ നടത്തിയ സംവാദത്തിലാണ് അണ്ണാമലൈ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിയത്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ വരുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമെന്നും പറഞ്ഞു. ദേശീയ പാർട്ടികൾക്ക് വാർത്താക്കുറിപ്പിൽ വിമർശനവും ഉയർന്നു. തമിഴ്നാടിന് മനസ്സിലാകുന്ന ഭാഷ ആരും സംസാരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ ഡൽഹിയിൽ തമ്പടിച്ചിരുന്ന അണ്ണാമലൈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയാണ് പാർട്ടി വിടാനുള്ള തീരുമാനം അറിയിച്ചത്. കർണാടക കേഡറിലെ പ്രശസ്തനായ IPS ഉദ്യോഗസ്ഥനായിരുന്ന കുപ്പുസ്വാമി അണ്ണാമലൈ പോലീസ് വേഷം അഴിച്ചുവെച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ആരാധകർക്കിടയിൽ സിംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 2020 അണ്ണാമലൈ ബി.ജെ.പിയിൽ ചേരുന്നത്. തൊട്ടടുത്ത വർഷം അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന എൽ. മുരുകൻ കേന്ദ്രമന്ത്രിയായി ഉയർത്തപ്പെട്ടതോടെ അണ്ണാമലയെ തമിഴ്നാട് ബി.ജെ.പിയുടെ അമരക്കാരനായി പാർട്ടി നിയമിക്കുകയായിരുന്നു. എന്നാൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എൻ.ഡി.യുടെ ഭാഗമായ AIDMKയുമായുള്ള ഭിന്നതകളും ഇപ്പോൾ അണ്ണാമലയുടെ രാജിയിൽ കലാശിച്ചത് എന്നാണ് വിലയിരുത്തുന്നത്. AIDMKയുമായുള്ള ബി.ജെ.പിയുടെ സഖ്യവും ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ബി.ജെ.പി എതിരല്ലെന്ന് വരുത്തി തീർക്കാനുള്ള പാർട്ടി നീക്കങ്ങളോടുള്ള വിയോജിപ്പുമാണ് സ്വന്തം പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന. കോയമ്പത്തൂരിൽ ഭയമില്ലാത്ത മനസ്സിന് അതിരുകളില്ല എന്ന വാചകത്തോടെ അണ്ണാമലയുടെ ചിത്രമുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. കൂടാതെ അദ്ദേഹത്തിന്റെ ആരാധക കൂട്ടായ്മയായ അണ്ണാമലൈ അൻപുകൂട്ടം പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ച് പ്രവർത്തനം സജീവമാക്കിയിട്ടുമുണ്ട്. മുമ്പ് സംസ്ഥാന ഘടകത്തെ നയിച്ചിരുന്ന അണ്ണാമലൈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് നടന്ന ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രചാരണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആക്രമണാത്മക രാഷ്ട്രീയ ശൈലി സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ മുൻ സഖ്യകക്ഷിയായിരുന്ന AIDMKയുമായുള്ള ബന്ധം വഷളാകാൻ കാരണമായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഭാഷാ നയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി അണ്ണാമലയ്ക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം മുതൽ 3 ഭാഷകൾ നിർബന്ധമാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് അണ്ണാമലൈ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ CN അണ്ണാദുരൈ, ജയലളിത എന്നിവർക്കെതിരായ മുൻ പ്രസ്താവനകളെ ചൊല്ലി AIDMKയുമായുള്ള ബന്ധം വഷളായതും സഖ്യകക്ഷിയുടെ സമ്മർദ്ദത്താൽ അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയതുമാണ് ബി.ജെ.പിയുമായി അകലാൻ കാരണമായത്. അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും അണ്ണാമലയും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിനെ 1970കളിലെ MGR കരുണാനിധി പോരുമായി താരതമ്യം ചെയ്യുകയാണ് അവരുടെ അനുയായികൾ. 2024 രൂപീകരിച്ച TVK ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ശക്തമായ ജനപിന്തുണ തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയും വിജയ് മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. ഇതോടെ 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യമാണ് ഇല്ലാതായത്. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം തമിഴ്നാട്ടിൽ ഒരേയൊരു അധികാര കേന്ദ്രം മാത്രമേ ഉള്ളൂവെന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്റെ സ്വതന്ത്ര നിലപാട് വ്യക്തമാക്കുന്ന സന്ദേശമായിരുന്നു ഇത്. തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ മുഖമായി ഉയർന്നുവന്ന നേതാവാണ് കെ അണ്ണാമലൈ. പരമ്പരാഗത DMK AIDMK രാഷ്ട്രീയത്തിന് ബദലായി ദേശീയ രാഷ്ട്രീയത്തിന്റെ ശബ്ദമുയർത്താൻ മുൻ IPS ഓഫീസർ കൂടിയായ അണ്ണാമലൈ ശ്രമിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ബി.ജെ.പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ബദലായി തമിഴ് ദേശീയത ഉയർത്തുന്ന പുതിയ പ്രസ്ഥാനം പടുത്തുയർത്താനാണ് അണ്ണാമലയുടെ പദ്ധതിയെന്നും സൂചനയുണ്ട്. പരമ്പരാഗത ബി.ജെ.പി ലൈനിൽ നിന്നകന്നാൽ വോട്ടർമാരെ സ്വാധീനിക്കാനാകുമെന്നാണ് അണ്ണാമലയും സംഘവും കണക്കുകൂട്ടുന്നത്. എന്നിരുന്നാലും എന്താകും ഭാവി പദ്ധതിയെന്ന് അണ്ണാമലൈ ഇതുവരെയും തുറന്നു പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.